ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിത് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാർക്സ് അതിൽ ഫോം ചെയ്തു എന്ന കാര്യം കണ്ടില്ലേ. ഇത് ഇപ്പോൾ ആ ഷേപ്പിൽ നിന്ന്, അതായത് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നിന്ന് അത് മാറിക്കഴിഞ്ഞു. നമ്മുടെ സ്കിന്നും ഇതുപോലെ തന്നെയാണ്. അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ സ്ട്രെച്ച് അതിന് വരുന്ന സമയത്ത് ഇങ്ങനെ ലൈൻസ് ഫോം ചെയ്യും. അതിനെയാണ് സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത്. ഈ സ്ട്രെച്ച് മാർക്സ് വരാതെ പ്രിവെന്റ് ചെയ്യുന്നതാണ് വന്നിട്ട് മാറ്റുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം. വന്നിട്ട് നമുക്ക് ഒരു പെർമനന്റ് ചേഞ്ച് വന്നതിന് ശേഷം 100% റിവേഴ്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ഒരു 80% വരെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. പക്ഷെ വരാതെ നോക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും അതിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരു സ്ട്രെച്ച് അതിന് വരുന്ന സമയത്ത് ഈസി ആയിട്ട് മാർക്സ് ഇല്ലാതെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്കിന്നിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ, അതുപോലെ തടി പെട്ടെന്ന് കൂടുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനായിട്ട് ഓയിൽസും കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ ഒരു 5th മന്ത് മുതലൊക്കെയാണ് സാധാരണ രീതിയിൽ വെയിറ്റ് ഗെയിൻ വരുന്ന മന്ത്. അപ്പോൾ ആ സമയം മുതലേ നമ്മൾ ഇതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സ് വരാതെ ഇരിക്കാനായിട്ട് പറ്റും.